കുരിശിൻ്റെ തീവ്രമായ വ്യഥയുടെയും ഒഴിഞ്ഞ കല്ലറയുടെ ആഹ്ലാദാരവങ്ങളുടെയും മധ്യേയുള്ള ഘനീഭവിച്ച നിശബ്ദതയുടെ ദിവസമാണ് ഈ ദിനം. സത്യത്തിൻ്റെ ശവസംസ്കാരം കഴിഞ്ഞു. താൻ കൈയടക്കിയെന്ന് വെറുതെ കരുതിയ വിജയത്തിൻ്റെ ലഹരിയിൽ തിന്മ നൃത്തമാടിയ വെള്ളിയാഴ്ച രാത്രി. യേശുവിൻ്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി കൈവിട്ടുപോയെന്ന് അവർ കരുതിയ ക്രിസ്തുവിൻ്റെ അഭാവം സൃഷ്ടിച്ച ശൂന്യതയുടെ ആരംഭമായിരുന്നു ശനിയാഴ്ചത്തെ നിശബ്ദത. ദൈവം പുതുജീവനെ രൂപപ്പെടുത്തുന്ന ഇടത്തിലെ നിശബ്ദതയാണ് ഈ ശനിയാഴ്ച നിശബ്ദതയെന്ന് അവർ അറിഞ്ഞില്ല. കല്ലറയുടെ ഇരുൾ നിറഞ്ഞ ഉൾത്തളം പുതുജീവൻ്റെ പിറവിസ്ഥാനമായി രൂപപ്പെടുകയായിരുന്നു. ശനിയാഴ്ചയുടെ മൂകത മനുഷ്യജീവിതത്തിലെ രൂക്ഷമായ യാഥാർത്ഥ്യമാണ്. ദൈവത്തിൻ്റെ അസാന്നിധ്യ ബോധം ഉളവാക്കുന്ന അന്ധകാരം ജീവിതത്തെ ഗ്രസിക്കുമ്പോൾ ഉത്ഥാനത്തിൻ്റെ ഞായർ ഉരുവാകുന്ന മൂശയാണ് നിശബ്ദതയുടെ ശനിയെന്ന് നമുക്ക് ഓർക്കാം. ദൈവമേ, ശവകുടീരങ്ങൾക്ക് എന്നേക്കുമായി സത്യത്തെ ഒതുക്കി വയ്ക്കാനാവില്ല എന്ന സത്യത്തിൻ്റെ തിരിച്ചറിവിലേക്ക് ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പുണ്ടാകണമേ. ആമേൻ. സ്നേഹത്തോടെ, ജോളി അച്ഛൻ.